വീഡിയോ ഭയങ്കര വൃത്തികെട്ട അവസ്ഥയിലാണ്. കാരണം ഒരു കയ്യിൽ ഐസ് പാക്കും, കൈയൊക്കെ നീര് വന്നിട്ട്, പിന്നെ ഇപ്പുറത്തെ കയ്യിൽ കയറലൊക്കെ ഉണ്ട്. പിന്നെ വീട്ടുകാരാണെങ്കിൽ വീഡിയോ എടുത്തു തരില്ല, അവർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴാണ് ഞാൻ സെക്ഷൻ 31 എന്നൊക്കെ ഏതോ ഒരു പുള്ളി പറഞ്ഞ സാധനം കണ്ടത്. അങ്ങനെയൊക്കെ എന്നെ പിടിച്ചിട്ട് കോടതി എതില്ല ഇന്ന് ജയിലിനകത്താക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ പീഡിപ്പിച്ചു, വേറെ ആൾക്കാരുടെ മുന്നിൽ പീഡിപ്പിച്ചു, കല്യാണ തട്ടിപ്പ് നടത്തി, ഇതിനൊക്കെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വേറെ പലതും ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസും, അതുപോലെ തന്നെ മോൺസൺ മാവുങ്കലിനെ പോലത്തെ ഉള്ള ആൾക്കാരനെ പല സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളും, അതുപോലെ തന്നെ വേറെ പല ഡീലിങ്സ് ഉള്ള ആൾ, അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് നടത്തി അതിൽ മൈനർ മേജർ പെണ്ണുങ്ങളെ വെച്ച് പല പരിപാടികളും നടത്തിയിട്ടുള്ള ആൾ, അതുപോലെ തന്നെ പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടും ഇപ്പോഴും പ്രതിയായിട്ടുള്ള ആൾ, അതുപോലെ തന്നെ തോക്കായിട്ട് ഒരാളിനെ പോയി ഭീഷണിപ്പെടുത്തി, അതിൽ വിറ്റ്നസ് ഞാനാണ്. വിറ്റ്നസ്സോ പ്രതിയായിട്ടോ ഞാനായിട്ടുണ്ടാവും, കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആൾ, അതുപോലെ തന്നെ പെയ്ഡ് ഡോണറിന് 30 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചിട്ട് ഭാര്യയല്ല എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ, സൂം റെക്കോർഡിങ്ങിൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ച ആൾ. ഈ ഇത്ര കേസിനൊന്നും നിങ്ങൾക്കൊന്നും പിടിക്കാനും നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും നീതി അന്വേഷിച്ചിട്ട് അവസാനം ഇങ്ങനെയെങ്കിലും ഫ്രസ്ട്രേറ്റായിട്ട് ചെയ്യണ ആളിനെ നിങ്ങൾ ജയിലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജയിലിൽ കിടക്കാൻ പേടിയില്ല. ഞാൻ വീഡിയോയിൽ പറയുന്നില്ല, ഞാൻ കംപ്ലൈൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിലും പറയണേ. ചില ആൾക്കാർ കംപ്ലൈൻറ്റിൽ ചിലപ്പോൾ അത് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷനാക്കും, വീഡിയോയിൽ പറയുമ്പോൾ അത് പാർട്ട്ണറാക്കും. അതുപോലെ തന്നെ പല വ്യത്യാസങ്ങൾ. കംപ്ലൈൻറ്റിൽ പറയുമ്പോൾ സൂയിസൈഡേ നടന്നിട്ടില്ല എന്ന് പറയും, പക്ഷേ വീഡിയോയിൽ പറയുമ്പോൾ 10-15 സൂയിസൈഡ് അറ്റംപ്റ്റ്സ് മുമ്പേ നടന്ന കാരണം എനിക്ക് പ്രത്യേകതയൊന്നും ഇല്ല എന്ന് പറയും. അങ്ങനെ മാറ്റി പറഞ്ഞ സ്വഭാവമൊന്നുമില്ല. എൻ്റെ കംപ്ലൈൻറ്റ് എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു നാട്ടുകാർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കംപ്ലൈൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അയാൾക്ക് വേറെ പലതും അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഒരു പെണ്ണിൻ്റെ വീഡിയോ അവരുടെ ബെഡ്റൂമിൽ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ പേഴ്സണൽ സ്പേസിലുണ്ടാക്കിയ വീഡിയോ പുറത്ത് ആക്കുമെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച ആൾക്കൊന്നും ഒരു കേസും അതുപോലെ തന്നെ ഒരു ശിക്ഷയില്ലെങ്കിൽ, ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് എനിക്കാണ് ശിക്ഷയ്ക്ക് ജയിലിൽ കിടക്കാൻ എനിക്കും പ്രശ്നമൊന്നുമില്ല. ചില ആൾക്കാർ കമൻറ്റിൽ പറയണ കേട്ടു, സിസ്റ്റം മാറ്റാൻ പറ്റില്ല, സിസ്റ്റം കാശുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ